കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയിൽ ഒഡീഷയും അസമും. പ്രളയക്കെടുതിയിൽ അസമിൽ മരണസംഖ്യ 80 ഉയർന്നു. 24 മണിക്കൂറിനിടെ 2 പേർ കൂടി മരിച്ചു. 4 ജില്ലകളിലായി 2 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രളയം ബാധിച്ചത്. ഒഡീഷയിലെ വിവിധ ജില്ലകളിലും സ്ഥിതി രൂക്ഷമായി തുടരുകയാണ്. മഹാനദിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഹിരാക്കുണ്ട് അണക്കെട്ടിന്റെ കൂടുതൽ ഷട്ടറുകൾ തുറന്നേക്കും. പ്രളയബാധിത ജില്ലകളിൽ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങളുമായി. അതിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രൂക്ഷമായി തുടരുകയാണ് മഴക്കെടുതി. മരണസംഖ്യ ഓരോ ദിവസവും ഉയരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ്? ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥിതി എങ്ങനെയാണ്? മഴ ഇപ്പോഴും ഉത്തരേന്ത്യയിലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് തുടരുന്നത്. കൂടുതലും അസമിലും ഒപ്പം ഒഡീഷയിലും മഴക്കെടുതി രൂക്ഷമാകുന്നതാണ് ഇന്നലെ മുതൽ പുറത്തുവരുന്ന റിപ്പോർട്ട്. അസമിൽ മരണസംഖ്യ 80 ഈ മഴയിൽ മാത്രം. ഒരു 2 ആഴ്ച മുൻപ് തുടങ്ങിയ മഴയിൽ 80 ആളുകൾ മരിച്ചു എന്ന കണക്കാണ് ഇപ്പോൾ അസം സർക്കാർ പുറത്തുവിടുന്നത്. 24 മണിക്കൂറിനിടെ 2 പേർ കൂടി മരിച്ചു എന്ന് അസം സർക്കാർ പറയുന്നു. 4 ജില്ലകളിലായി പ്രളയം അസമിൽ ബാധിച്ചത് 2 ലക്ഷത്തിലധികം പേരെയാണ് എന്ന് അസം സർക്കാർ വ്യക്തമാക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെയാണ് ഒഡീഷയിലും വലിയ മഴക്കെടുതിയുണ്ട്. മഴ ബാധിത മേഖലയിൽ 2 സംസ്ഥാനത്തും സ്കൂളുകൾക്കും അംഗനവാടികൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കുമെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒഡീഷയിൽ ഗരിയാബന്ദ് ജില്ലയിൽ പാലം തകർന്ന ഒരു ദൃശ്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നിർമ്മാണത്തിലിരുന്ന 9 കോടി രൂപയുടെ പാലമാണ്. ഛത്തീസ്ഗഡ് ഒഡീഷ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. ആ പാലം നിർമ്മാണത്തിൽ നിന്ന് പാലം ഒഴുക്കിൽ നദിയിലെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും അത്യന്തം ഗൗരവതരമായ സാഹചര്യമാണ് ഈ ഒഡീഷയിലും അസമിലുമുള്ളത്. സമാനമായി മറ്റ് ഉത്തരേന്ത്യൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഹിമാചലിലും ഉത്തരാഖണ്ഡിലും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുണ്ട്. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഞ്ചാരികൾ ശ്രദ്ധിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ബന്ധപ്പെട്ട വകുപ്പുകളും നൽകുന്നുണ്ട്. അസമിലും ഒഡീഷയിലും സ്ഥിതി രൂക്ഷമാണ്. കീർത്തന, അതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒട്ടാകെ മഴക്കെടുതിയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചിരിക്കുന്ന ഇപ്പോൾ ഒഡീഷയിലും അസമിലാണ്. മരണസംഖ്യ ഉയരുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.